എൻ്റെ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? ഫോണോ? ഞാൻ സൈലൻ്റ് ആണ്. കഴിഞ്ഞു. ഫോട്ടോ കഴിഞ്ഞു. സ്ഥലേ ഓക്കെ അല്ലേ? ബാക്കിൽ ഇങ്ങനെ ബൊക്കായിട്ട് കിട്ടണം കേട്ടോ, അങ്ങനെ തിളങ്ങണം. പിന്നെ അപ്പോൾ കല്യാണം റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അല്ലേ? എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറയുള്ളത്? പറയും. നിക്കാഹ് കഴിഞ്ഞിട്ട് 2.5 വർഷമായി. നിക്കാഹ് പിന്നെ നിക്കാഹ്, അതായത് അനീനാൻ്റെ നിക്കാഹ്, അനീന വെച്ചാൽ നിങ്ങളെ നിക്കാഹ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് കല്യാണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അനീനൻ്റെ കല്യാണത്തിന് അവിടെ അതേമാതിരി ഈ വന്നതിന് ശേഷമുള്ള നിക്കാഹൊക്കെ ഭയങ്കരമായിട്ട് ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് അതിൽ കിട്ടി. അത് നല്ല രീതിയിൽ നമുക്കത് ഔട്ടും എടുക്കാൻ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഞങ്ങളൊന്ന് ചെയ്തു. കണ്ടു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് നന്നാവുക എന്ന് പറയുമ്പോൾ കപ്പിൾസിൻ്റെ സഹകരണവും അവിടുത്തെ ആ ഒരു ആംബുലൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇളയമ്മാൻ്റെയും മൂത്തമ്മാൻ്റെയും മക്കളാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ ഇവന് എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നാപ്പീന് എന്താ തോന്നുന്നുണ്ട്, ഒരു ഗോൾഡ് ഇട്ടിരുന്നൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാരുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊരു ലൈഫ് ഇങ്ങനൊരു ഒന്നിച്ചാക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു ഇതെന്താണ്? നിങ്ങൾ തമ്മിലുണ്ടായ ഒരു കണക്ഷൻ എന്താണ്? പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. എന്തായാലും കല്യാണം കഴിക്കണല്ലോ. പിന്നെ അറിയുന്ന ഒരാളത്തെ കല്യാണം കഴിച്ചാൽ അപ്പോൾ അവിടെയും അപ്പം രണ്ടൊരു ഫാമിലി തന്നെയാണ് അല്ലേ? അവർക്ക് നിങ്ങൾക്കൊരു മോളില്ല, അപ്പോൾ നിങ്ങൾക്കൊരു മോളുമായി. അവിടെ ആൺകുട്ടികളില്ല, അപ്പോൾ 3 ആൺകുട്ടികളുമായി. ഓക്കെ. പിന്നെ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വന്നതാണോ അതോ നിങ്ങളായിട്ട് പറഞ്ഞിട്ടായതാണോ അതോ ഫാമിലിയായിട്ട് സെറ്റ് ചെയ്തതാണ്? അങ്ങനെ കല്യാണം. അപ്പോൾ അങ്ങനെ വലിയൊരു കല്യാണം ഒക്കെ കഴിഞ്ഞ് ലൈഫ് ഇപ്പം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നിക്കാഹിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ഇന്ന് കുറച്ചും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഇനി താമസിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ചിട്ട് പറയുള്ളത്? ദിവസം വളരെ കളർഫുൾ ആയിരുന്നു. അടിപൊളിയായി സെറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവിടെ ഫങ്ഷനൊക്കെ നല്ല ഉഷാറായി. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പറയുള്ളത് ഇപ്പോൾ നമ്മളെ ക്യാപ്ചറിങ്ങിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫോട്ടോഗ്രാഫിയിൽ? ഒരു വട്ടം ഞങ്ങൾ സാറ്റിസ്ഫിക്കേഷൻ ആവുകൊണ്ടാണ് ചെറുപ്പം മുതലേ എടുക്കാൻ തുടങ്ങിയതാണ്. അത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ 1ക്കും 2ക്കും 1ാം ക്ലാസ്സിലാണ്. അതായത് ഞാൻ കരിങ്കിലത്താണിയിൽ സ്റ്റുഡിയോ നടത്തുന്ന സമയത്തേ ഇവളുടെ അമ്മായിയുടെ മോന് നിസാറിന്റെ മുന്നേ നജീബിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇവൾക്ക് 3 വയസ്സാണ്. അതായത് എനിക്ക് തോന്നുന്നു 20 വർഷം മുന്നെയാണ് അല്ലേ? 19-20 വർഷം മുന്നെയാണ്. അപ്പോൾ അന്ന് തന്നെ ഇവൾക്ക് ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് താല്പര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിസാറിന്റെ, അതായത് നജീബിന്റെ അനിയൻ നിസാറിന്റെ കല്യാണത്തിന് ഞാനന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് തന്നിട്ട് കാക്കോ നിങ്ങളെ ബാഗ് ഞാൻ പിടിക്കാം. ഓർമ്മയുണ്ട്? ബാഗ് പിടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ ഉമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു ഓൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യമുണ്ട്, ഈ ഓളെ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കി വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് മുതലേ നിങ്ങളെ ഫാമിലിയിൽ, അതിപ്പോൾ എൻ്റെയും കൂടെ ആണല്ലോ, അപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ ഞാൻ വർക്കുകൾ എടുക്കുന്നത് 28 വർഷമായിട്ട് കരിങ്ങത്താണിക്കുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ഫാമിലിയിലും ഇപ്പോൾ ഇവരുടെ അവിടുത്തെ ഫാമിലിയിലും ഒക്കെ നിസാറ് മുഖാന്തരം കുറേ വർക്കുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അപ്പോൾ ഇനി വേറെ ഒക്കെ ഇപ്പോൾ ഞാനാണ് സംസാരിക്കണം, നിങ്ങളൊന്നും സംസാരിക്കണില്ല. നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പൊ ഇന്ന് 2 ആളുണ്ടായില്ലേ എൻ്റെ ഫ്രണ്ട്സ് ആള്? എന്താണ് ഹബീബ്. അസ്നാന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നോളൂ, ഇതിന് ഞങ്ങൾ ഫോട്ടോ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല സിർക്ക, കല്യാണം നമുക്ക് ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഹബീബി, അവള് വയനാടാണല്ലോ, അവളും കല്യാണം, അവളിപ്പോൾ ഒരു ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ പറഞ്ഞു എൻ്റെ കല്യാണത്തിന് നിങ്ങൾ തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയും. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പറയല്ലോ. എന്താണ് പിന്നെ ക്യാപിറ്റോളിൻ്റെ ഈ ക്യാപ്ചറിങ് മാത്രമല്ല, അതായത് ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് തരാന്നുള്ളതല്ല. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളെ ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് കോർപ്പറേറ്റ് ചെയ്തത് അതും കൂടെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമ്മളോരോ ഫംഗ്ഷൻ്റെ, അതായത് ഇപ്പോൾ നിങ്ങളെ എൻട്രിയുടെ സമയത്ത് ഞങ്ങളുടെ ഇടപെടൽ, പിന്നെ അതേമാതിരി നിങ്ങളെ സ്റ്റേജിലെത്തിയതിന് ശേഷമുള്ള ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ളത്,
എന്തായാലും വളരെ അത് ഉഷാറാണ്. അടിപൊളിയാ. തായറാക്കും അറിയും ഒരാൾ ശരിയല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കൂല. അപ്പോൾ ഒരു ഇതിൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയോടൊപ്പം തന്നെ ആ ഒരു ഫങ്ഷൻ നല്ല രീതിയിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതും കൂടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വരുന്ന സമയത്തേ സ്വാഭാവികമായിട്ടും ആ ഒരു ഔട്ട്പുട്ടിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രെയിമിനകത്ത് വരുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത സമയത്ത് ഇപ്പോൾ മറ്റേ ഗണ്ണടിച്ച സമയത്ത് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. പല സമയത്തും ഇതൊരു ഓർഡർ ഇല്ലാതെ കാര്യം പോവുക. സാധാരണ എന്താ വെച്ചാൽ ഇവൻറ്റിൻ്റെ ആളുകൾ ആ ഒരു സമയം ആള് പ്രത്യേകം വേണം. അതാണ് നിങ്ങളിൽ ഒരു പ്ലസ് പോയിന്റ്. തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഇവൻറ്റിൻ്റെ ആളുകളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഫയർ വെച്ചിട്ടുണ്ടാവും, നമ്മളോടൊന്നും പറയില്ല. അപ്പോൾ നിങ്ങളവിടെ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്തേക്കാണ് ഇവിടെ ഫയർ വരിക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആൾറെഡി മൈൻഡിൽ അത് സെറ്റായി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നടന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്താണെങ്കിലും ഇത്രയും സമയം ഇന്നത്തെ ദിവസം കളറായി തന്നേന് താങ്ക് യു. ഓക്കെ. അപ്പോൾ കല്യാണങ്ങളൊക്കെ ഇനി ഉണ്ടാവണം. നിങ്ങളുടെ കൂട്ടത്തിൻ്റെ കല്യാണങ്ങൾക്കൊക്കെ ഞങ്ങളെ വിളിക്കണം, ഫാമിലിയൊക്കെ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഉഷാറായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ. താങ്ക് യു.